അപ്പോൾ എല്ലാവരും നമുക്ക് എങ്ങനെ ബൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുക. ഫസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള റോസ് എടുത്തിന് ഞാൻ അതിലേക്ക് സ്റ്റിക്ക് കുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ ഫ്ലവേഴ്സും എടുത്തിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ജിപ്സം ഫ്ലവേഴ്സാണ്. ഇതിന് ബേബി ബ്രെത്ത് എന്നും പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നല്ല ചേലുണ്ടാവും ബൊക്കെ കാണാൻ. പിന്നെ ഒരു ഒയാസിസ് ഫ്ലോറൽ ഫോം എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കുത്തി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഈ പച്ച കളറിലുള്ള ഒയാസിസ്. എന്നിട്ട് അതിലേക്ക് എല്ലാം കുത്തി വെക്കാം. നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവേഴ്സെല്ലാം കുത്തി വെക്കണം അതിലേക്ക്. അങ്ങനെ ഇതെല്ലാം സെറ്റായി. ഞാനൊരു 15 ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് സെറ്റാക്കി വെച്ച് ഇനി എൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ബേബി ബ്രെത്തെല്ലാം വെക്കാനുണ്ട്. അപ്പോൾ ഇനി ആ പണി. ഇതിൻ്റെ മുകളിൽ മാത്രമല്ല സൈഡിലേക്കായിട്ട് വെക്കാനുണ്ട്. അപ്പോൾ ബേബി ബ്രെത്തും ഫ്ലവേഴ്സുമായിട്ട് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പണി സെറ്റായി. നമുക്ക് റാപ്പാക്കുന്നത് നോക്കാം. ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് അതിനെ ഇതേപോലെ ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ മടക്കിയെടുക്കണം. ഇത് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സംഭവം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടായിട്ട് അത് ഫുള്ളായിട്ട് കവറാക്കി കൊടുക്കുക സെല്ലോ ടാപ്പ് വെച്ചിട്ട്. ഇത് വേറൊരു ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് അതിൽ രണ്ടായിട്ട് മുറിക്കണം. അതിലൊരു പീസ് കൊണ്ട് ഇതേപോലെ റാപ്പാക്കിയിട്ട് എടുക്കുന്നത്, ഒരു സൈഡിൽ മറ്റേ പീസ് കൊണ്ട് മറ്റേ സൈഡിൽ റാപ്പാക്കി എടുക്കുന്നത്. അത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു പീസ് എടുക്കുക. ഒരു ബൊക്കെ ഷീറ്റിന് 4 പീസാക്കിയിട്ട് അതിനൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും വെക്കുക. ഇനി ഫ്രണ്ട് പോർഷൻ കവറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 മുറിച്ച പീസ് ഉണ്ടല്ലോ അതിന് 2 പീസ് എടുത്തിട്ട് ഇതുപോലെ അടുക്കി വെക്കുക. ഇനി അതിലേക്ക് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുൾക്കാണ് റിബൺ കെട്ടി കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ ആക്കിയെങ്കിൽ റിബൺ നീങ്ങി പോകാണ്ട് അടന്ന് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഫൈനലി ബൊക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.